ഇന്നലെ വളരെ മനോഹരമായ ഒരു മറുപടി പാർലമെന്റിൽ ടാക്സ് ഡീവിയേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെന്ന്. അത് നമ്മുടെ ജോൺ ബ്രിട്ടാസ് എംപിക്കാണ് ആ മറുപടി നൽകിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിന്റെ നികുതി വിഹിതത്തിലുണ്ടായത് ഗണ്യമായ കുറവ്. രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തൽ. അതേസമയം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ബീഹാറിനും ഗുജറാത്തിനും നികുതി വിഹിതത്തിൽ വൻ വർധനവാണ് ഉണ്ടായതെന്നും മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നുണ്ട്. ബീഹാറിന് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അദ്ദേഹം നിതീഷ് കുമാർ പിണങ്ങിപ്പോവും, കസേര താഴെ പോവും, ആ പേടിയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആന്ധ്രാപ്രദേശിലേക്ക് വരുമ്പോൾ അവിടെ ചന്ദ്രബാബു നായിഡു ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ വിഷയമാകും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ടാക്സ് ഡീവിയേഷൻ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ കണക്കുകൾ നമുക്കൊന്ന് കാണാം. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം സംബന്ധിച്ച് രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കേന്ദ്ര ധനമന്ത്രാലയം വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഓരോ സംസ്ഥാനങ്ങളുടെയും നികുതി വിഹിതത്തിന്റെ ശതമാനം തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതത്തിലുണ്ടായത് വൻ വർധന. 2015 മുതൽ 2020 വരെ 2.50% കേരളത്തിന്റെ നികുതി വിഹിതം 2021-26 കാലയളവിൽ 1.92% കുറഞ്ഞു. ഇക്കാലയളവിൽ ബീഹാറിന്റേത് 9.66% നിന്ന് 10.05% വർദ്ധിച്ചതായും മന്ത്രാലയം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെയും വിഹിതത്തിൽ വൻ വർധനയുണ്ടായി. എന്നാൽ തെലങ്കാന, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും നികുതി വിഹിതത്തിൽ കുറവുണ്ടായി. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനം തെളിയിക്കുന്നതാണ് കണക്കുകൾ. ഈ കണക്കുകൾ സാമ്പത്തിക ഫെഡറലിസ തത്വങ്ങളെക്കുറിച്ച് ആശങ്കയുളവാക്കുന്നതാണെന്ന് ജോൺ ബ്രിട്ടാസ് എംപി ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, ദില്ലി.